വളരെ കുറച്ച് ചേരുവ ഉപയോഗിച്ച് അതും എല്ലാവരുടെ വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാത്രങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലത്തെ കുഞ്ഞ് കറി പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നേരത്തെ തന്നെ നെയ്യ് തടവി വെക്കണം. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവില്ല. ഇതുപോലത്തെ പാത്രങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ കപ്സോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് വെക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഓരോ പാത്രത്തിലും കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് പുറമേ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് പാത്രം സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പലഹാരം മൈദയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും ഈക്വൽ ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്ക് 4 ടേബിൾ സ്പൂൺ മൈദയും 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ നല്ല അടികട്ടിയായിട്ടുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പൊടിക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളൂ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ ചെറുതായിട്ട് ഇതുപോലെ അലിഞ്ഞു തുടങ്ങിക്കോളും. ആ ഒരു സമയത്ത് നമുക്കിത് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് ആക്കി വെക്കാം. പഞ്ചസാരയുടെ കളർ ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം കാരമലൈസ് ചെയ്താൽ മതി. ഈ ഒരു പാകത്തിനായി കിട്ടുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് വരും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം കാരമലൈസ് ചെയ്താൽ മതി. അതിനുശേഷം പൊടി മുഴുവനായിട്ടും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് ആക്കി വെക്കാൻ മറക്കരുത്. തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചൂടിൽ ആ ഒരു മൈദയൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിക്കാണ് വേണ്ടത്. ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാത്രം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. അപ്പം മുഴുവൻ പാത്രത്തിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചൂടാറാൻ വേണ്ടി വെച്ചിരുന്നു. ഇപ്പോൾ ചൂടൊക്കെ നോക്കും നന്നായിട്ട് ആറി അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പാത്രം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് നമ്മുടെ കയ്യിലേക്ക് ഇളകി വന്നോളും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ നട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ കയ്യിലേക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒട്ടും തന്നെ പറ്റി പിടിക്കുകയൊന്നുമില്ല. ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്ത് കിട്ടിക്കോളും. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ടൈപ്പ് ഹൽവയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവോ? നമ്മൾ സാധാരണ ഹൽവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഹൽവയല്ലേ കണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്തിരി ഹാർഡ് ആയിട്ടുള്ള ഒരു ഹൽവ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഹൽവയുടെ പേരാണ് സോഹൻ ഹൽവ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. ലാക്ടോക്കിംഗ് ഒക്കെ കഴിക്കുന്ന ആ ഒരു രുചി അറിയോ? അതിൻ്റെ രുചിയാണ് ഇതിനിരിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.